ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഒരു തടാകമുണ്ട് നമ്മുടെ കേരളത്തിൽ. സമുദ്രനിരപ്പിൽ നിന്നും 2100 മീറ്റർ മുകളിൽ വയനാട്ടിലുള്ള ചെമ്പ്ര കുന്നിലാണ് ഈ ഹൃദയ സരസ് എന്നറിയപ്പെടുന്ന പ്രകൃതി രമണീയമായ ഈ തടാകം. ഒരിക്കലും വറ്റിയിട്ടില്ലാത്ത ഒരു തടാകമാണ് ഇത്. പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയ ഒരു വിസ്മയമാണ് വയനാട് ചെമ്പ്രക്കുന്നിലെ ഈ തടാകമെങ്കിൽ, മനുഷ്യ ശരീരത്തിൽ നമ്മുടെ പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മറ്റൊരു വിസ്മയമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയൊക്കെ പുരോഗതി പ്രാപിച്ചെങ്കിലും ഹൃദയ ആരോഗ്യം എന്ന് പറയുന്നത് ഇന്നും ഒരു മരീചികയായി അല്ലെങ്കിൽ ഒരു വിസ്മയമായി തുടരുന്നു എന്നുള്ളതിൻ്റെ ഉദാത്ത സാക്ഷ്യമാണ് വർദ്ധിച്ചു വരുന്ന ഹൃദയ ആഘാത മരണങ്ങളും മറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഹൃദയത്തെ വളരെ പവിത്രമായി വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ ഏറ്റവും മനോഹരമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക, ടെൻഷൻ ഫ്രീ ലൈഫ് എന്നുള്ളതാണ്. സമ്മർദ്ദങ്ങളില്ലാത്ത ജീവിതമുണ്ടോ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾ വരുന്ന സാഹചര്യങ്ങളെ മാറ്റി നിർത്തുവാനും മനസ്സിനെ ഹാപ്പി ആയിട്ട് സൂക്ഷിക്കുവാനും നമുക്കായാൽ ഹൃദയത്തിന് ഒരുപാട് സന്തോഷമാവും കേട്ടോ. രണ്ടാമത്തെ കാര്യം, അനുദിനത്തിൽ അല്ലെങ്കിൽ അനുദിന ആരോഗ്യ പരിചരണവും അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് ഒരു റുട്ടീനായിട്ട് നമ്മൾ മാറ്റണം. ഹെൽത്ത് ചെക്കപ്പ്, ഞാൻ ഓക്കെ അല്ലേ, എനിക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് മടിച്ചു നിൽക്കാതെ എവിടെയെങ്കിലും ഹെൽത്ത് ചെക്കപ്പിന് ഒരു അവസരം ഉണ്ടായാൽ നമ്മുടെ ഹെൽത്ത് ഒന്ന് ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് നമ്മുടെ ഹാർട്ടൊക്കെ ഹാപ്പിയാണ് എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പുവരുത്തണം. 3, നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. ഉറങ്ങാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ലതായിട്ട് നമ്മുടെ ഹാർട്ടിന് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തെ കാര്യം വ്യായാമമാണ്. ശരിക്കും അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ഹൃദയം ഒരുപാട് ഹാപ്പിയാവും. 10,000 അടിയെങ്കിലും നടന്നാൽ മതിയാകും ഒരു ദിവസം. ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ ശീലത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ശരിക്കും ഈ അനുദിന ഭക്ഷണക്രമത്തിൽ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് വെല്ലുവിളി ഉയർത്തുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതിനുവേണ്ടി മാത്രം നമ്മൾ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, BMI. അത് കൂടാതെയും കുറയാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. BMI എങ്ങനെ ക്രമപ്പെടുത്താം? 18നും 24നും ഇടയിലുള്ള യൂണിറ്റാണ് നല്ല ഹെൽത്തി BMI എന്ന് പറയുന്നത്. അത് കീപ്പപ്പ് ചെയ്യാം. പിന്നെ മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക തന്നെ വേണം. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഹാപ്പിയാക്കാം കേട്ടോ. അപ്പം മറ്റുള്ളവരുടെ ഹൃദയവും ഹാപ്പിയാകും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ ഹൃദയദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഹെൽത്തി ഹാർട്ട് ഉണ്ടാവട്ടെ എന്ന ആശംസയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്. കൂടെയുണ്ട് ഞാൻ RJ വിപിൻ.